റെക്കോർഡ് പോളിംഗാണ് ബീഹാറിൽ ഇത്തവണ ഉണ്ടായതെന്ന് നമുക്കറിയാം. രേഖപ്പെടുത്തിയത് വോട്ട് ചെയ്ത 67.13% പേർ. അത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗാണ്. 2020 ഇലക്ഷനേക്കാൾ 9% വർധനയാണ്. 20-ൽ 57 പോയിന്റ് സംതിങ് ആയിരുന്നു. 1951 ശേഷം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗാണ് ഇത്തവണ ഉണ്ടായത്. ബൂത്തിൽ എത്തിയവരേറെയും സ്ത്രീ വോട്ടർമാരാണ്. ആദ്യഘട്ടത്തിൽ 69.04%, രണ്ടാം ഘട്ടത്തിൽ 74.03%. സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം. ബീഹാറിൽ വോട്ടെടുപ്പിൽ 5%-ലേറെ വർധനവുണ്ടായപ്പോഴൊക്കെ ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നൊരു ചരിത്രമുണ്ട്. 1962-ൽ 44.5% പോളിംഗ് 67-ലെ തെരഞ്ഞെടുപ്പിൽ 7% വർദ്ധിച്ച് 51.5% ആയി മാറി എന്നതാണ്. കോൺഗ്രസിന് ഭരണനഷ്ടം, ആർക്കും ഭൂരിപക്ഷമില്ല. സർക്കാർ രൂപീകരിച്ചത് അന്ന് ജനക്രാന്തി ദളായിരുന്നു. 77-ൽ 50.5% രേഖപ്പെടുത്തിയ പോളിംഗ് 80-ലെ തെരഞ്ഞെടുപ്പിൽ 57.3% എന്ന് ഉയർന്നു. അവിടെ മാറ്റമുണ്ടായി. ജനതാ പാർട്ടി ഭരണത്തിന് അന്ത്യം കുറിച്ച് മുഖ്യമന്ത്രിയായത് കോൺഗ്രസിലെ ജഗന്നാഥ് മിശ്ര ആയിരുന്നു. 85-ൽ 56.3 ആയിരുന്നത് 90-ലെ തെരഞ്ഞെടുപ്പിൽ 5.7% വർദ്ധിച്ച് 62%-ആയി ഉയർന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോഴും ഭരണമാറ്റം ഉണ്ടാവുകയാണ് ഉണ്ടായത്. കോൺഗ്രസ് ഭരണത്തിന് വിരാമമിട്ട് ജനതാദളിന്റെ ലാലു പ്രസാദ് യാദവ് ഭരണം പിടിച്ചത് അങ്ങനെയാണ് എന്ന് നമ്മൾ അറിയുന്നു. ദളിത് പിന്നോക്ക വിഭാഗവും മുസ്ലിം വോട്ടർമാരും ദളിനെ പിന്തുണച്ചു. മണ്ഡൽ തരംഗവും അന്ന് തുണയായി. സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ലഭിച്ചെന്ന് NDAയും മഹാസഖ്യവും ഇന്നിപ്പോൾ പറയുന്നു. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പുരുഷ വോട്ടുകൾ ഇരു മുന്നണികൾക്കും ലഭിച്ചു. സ്ത്രീ വോട്ട് NDAയിലേക്ക് ചാഞ്ഞെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. പിന്നാക്ക, അതിപിന്നാക്ക, OBC, ഉയർന്ന ജാതി വിഭാഗങ്ങളുടെ വോട്ടുകളിൽ പ്രതീക്ഷയർപ്പിച്ച് NDA നിൽക്കുകയാണ്. കുർമി, കുശ്വാഹ, പസ്വാൻ സമുദായ പിന്തുണ മുതൽക്കൂട്ടാണെന്ന് NDAയുടെ കണക്കുകൂട്ടൽ അതാണ്. യാദവ് മുസ്ലിം വോട്ടുകളിൽ ചോർച്ചയുണ്ടായില്ലെങ്കിൽ ഭരണം പിടിക്കാം എന്നാണ് മഹാസഖ്യം വിചാരിക്കുന്നത്. സീമാഞ്ചൽ മുസ്ലിം വോട്ടുകൾ OWൈസി സഖ്യം പിടിച്ചാൽ മഹാസഖ്യത്തിന് അവിടെ അത് തിരിച്ചടിയാകും എന്ന പോയിന്റ് ഉണ്ട്. മഹാസഖ്യത്തിൻ്റെ സാധ്യതകൾക്ക് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി കരുനിഴൽ വീഴ്ത്തുമോ എന്നത് നാളത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മഹാസഖ്യത്തിന് ലഭിക്കേണ്ട ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ജൻസുരാജ് പാർട്ടിക്ക് ലഭിച്ചേക്കും എന്ന് നമുക്ക് സാധ്യതകളുണ്ട്. മധ്യവർഗ ജൻസി വോട്ടുകളിൽ ജൻസുരാജ് പാർട്ടി വിള്ളൽ വീഴ്ത്തിയേക്കാൻ ഇടയുണ്ട് എന്നറിയുന്നു. പ്രശാന്ത് കിഷോറിൻ്റെ ജൻസുരാജ് പാർട്ടിക്ക് പിന്നിൽ BJP ആണെന്നാണ് പ്രതിപക്ഷ ആരോപണമുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണം വാരിക്കോരി ചെലവഴിക്കുകയായിരുന്നു പ്രശാന്ത് കിഷോർ എന്ന് നമ്മൾ അറിയുന്നു. അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് എതിരാളികൾ ഇതൊക്കെ വെച്ച് ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 2020-ൽ 61 സീറ്റുകളിൽ ഫലം നിശ്ചയിക്കപ്പെട്ടത് 10%-ൽ താഴെ വോട്ട് വ്യത്യാസത്തിനാണ് എന്നൊരു പ്രധാനപ്പെട്ട പോയിന്റുണ്ട്. 36 സീറ്റുകളിൽ ജയവും തോൽവിയും നിശ്ചയിച്ചത് 5% വോട്ടുകൾ മാത്രമാണ്. അതിപ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടിയ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് വോട്ടെടുപ്പാണ് നടന്നത്. അതിൻ്റെ റിസൾട്ടാണ് വരാനിരിക്കുന്നത്. ബിനിൽ എന്താ തോന്നുന്നത്? ഉറപ്പായും രാജ്യഭരണത്തെ തന്നെ നിലനിർത്താൻ പോകുന്ന തക്ക ശേഷിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ TDP, ഒപ്പം തന്നെ ബീഹാറിൽ JDU, ഈ രണ്ട് പാർട്ടികളുടെ ബലത്തിലാണ് നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിലേക്ക് എത്തിയത്. അപ്പം ഇതിലേതെങ്കിലും ഒരു സംസ്ഥാനത്ത് അധികാരം പോകുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര അധികാരം നഷ്ടപ്പെടുന്നതിന് തുല്യമായിട്ടുള്ള വലിയൊരു തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടമാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇതിലിപ്പോൾ ഈ ഡാറ്റാ ഷീറ്റിൽ ഉണ്ടായിരുന്നത് പോലെ നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നൊരു പ്രതീതിയുണ്ട്. എക്സിറ്റ് പോളുകൾ ഏകപക്ഷീയമായിട്ട് 10-ൽ 9 എക്സിറ്റ് പോളുകൾ ഏകപക്ഷീയമായി NDA ജയിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഞാനതിനെ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഴികെ ബാക്കി സമീപ ഒരു 10 വർഷത്തിനിടെ രാജ്യത്ത് നടന്നിട്ടുള്ള എക്സിറ്റ് പോളിൽ ഏറ്റവും വിശ്വാസ്യതയുണ്ട് എന്ന് നമ്മൾ പൊതുവിൽ വിലയിരുത്തുന്ന ജനങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രദീപ് ഗുപ്തയുടെ ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നത് നെക്ക് ടു നെക്ക് മത്സരമാണ് എന്നുള്ളതാണ്. അവിടെ RJD ഒന്നാമത്തെ ഒറ്റകക്ഷിയായി വരും എന്നും അവർ പറയുകയാണ്. അങ്ങനെ ആക്സിസ് മൈ ഇന്ത്യ പറയുന്ന അവർ കുറേ ഡാറ്റ അവതരിപ്പിച്ചാണ് പറയുന്നത്. ആ പറയുന്ന ഡാറ്റയിൽ കണക്കുണ്ടെങ്കിൽ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് വനിതകളെ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ പദ്ധതികൾ, വലിയ വാഗ്ദാനങ്ങളാണ് NDA നൽകിയിരുന്നത്. ഈ വനിതാ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നിടത്തായിരുന്നല്ലോ ബീഹാറിൻ്റെ, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം രാഷ്ട്രീയം. കഴിഞ്ഞ തവണ മദ്യനിരോധനം നടപ്പിലാക്കിയാണ് നിതീഷ് കുമാർ വീണ്ടും അവിടെ അധികാരം ഉറപ്പിച്ചത്. അപ്പം വനിതാ വോട്ടർമാർ എങ്ങോട്ട് പോകും എന്നുള്ളതും ഇത്രയും വലിയ ഉയർന്നിട്ടുള്ള ഒരു പോളിംഗ് ശതമാനം നിലവിലെ സർക്കാരിനെ തന്നെ നിലനിർത്താൻ വേണ്ടി പോൾ ചെയ്യുമോ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. അപ്പോൾ അതൊരു ഭരണവിരുദ്ധ വികാരമല്ലേ എന്ന ന്യായമായ സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നിശ്ചയമായിട്ടും ബിനിൽ പറഞ്ഞ പോലുള്ളൊരു കാര്യം തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഈ NDA വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുന്ന ഈ സർവേ ഫലങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാന്നുള്ളതാണല്ലോ സർവേ റിപ്പോർട്ടുകളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് അങ്ങനെ തോന്നലില്ലാത്ത ഒരാളാണ് ഞാനും. ഇപ്പോൾ ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ 2020-നേക്കാൾ എല്ലാ കാലവും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടാണ് വന്നത് എന്ന് പറയുന്ന, വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ട് ഇന്ന് സംഭവിക്കാം, അത് സർക്കാരിന് അനുകൂലമായിട്ട് മാത്രം വരാം എന്നതിനെ വിശ്വസിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ലേഖനം ഞാനിപ്പോൾ വായിച്ചു. അതിനകത്ത് അദ്ദേഹം ആ ലേഖകൻ പറയുന്നത് ഓരോ കാലവും വോട്ടിംഗ് ശതമാനം കൂടുക തന്നെയാണ് ചെയ്തത് എന്നാണ്. ഇത്തവണയാണെങ്കിൽ അതിന് പിന്നെ പല കാരണങ്ങളുണ്ട്. ഒന്ന് SIR വന്നത്, അതുകൊണ്ട് ആളുകൾ ഭയപ്പെട്ട് കൂടുതലായിട്ട് വോട്ട്
ചെയ്തത്. പിന്നെ സ്ത്രീ വോട്ടർമാരുടെ വർധന കഴിഞ്ഞ വർഷത്തേക്കാൾ ഉണ്ടായത്. കാരണം അവർക്കുള്ള പ്രഖ്യാപനങ്ങൾ ബില്ലിപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 10,000 രൂപ അക്കൗണ്ടിൽ വന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ കൂടുതലായിട്ട് വന്നു. ഛാത്ത് പൂജ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് അത്ര. അപ്പോൾ ഉത്സവത്തിന് അല്ലെങ്കിൽ തന്നെയും അവിടേക്ക് പുറത്തുള്ള ആളുകൾ വരും. അപ്പോൾ അവരുടെ വരവ് കൂടുതലായിട്ടുണ്ടായത്. പിന്നെ SIR പേടിച്ചിട്ട് പല മൈനോറിറ്റീസും ഒക്കെ തിരിച്ചു വന്നിട്ട് അവർ വോട്ട് ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ജൻസുരാജ് പാർട്ടിയുടെ വരവ്. ഇപ്പം അദ്ദേഹം അതിനകത്ത് പോയിൻ്റായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു നിലനിൽക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിനിടയിലേക്ക് ഒരു പുതിയ പ്ലെയർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് ശതമാനം വർദ്ധിക്കും എന്നാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത്. ഡൽഹിയിൽ ആദ്യം ആം ആദ്മി പാർട്ടി വന്നപ്പോൾ വോട്ട് ശതമാനം വർദ്ധിച്ചു. തമിഴ്നാട്ടിലെ വിജയകാന്തിൻ്റെ പാർട്ടി വലിയൊരു തരംഗമായിട്ട് വന്നപ്പോൾ ആ കൊല്ലം വോട്ട് ശതമാനം വർദ്ധിച്ചു. അപ്പോൾ ഹരിയാനയിൽ ദുഷ്യന്ത് ചൗട്ടാലയുടെ പുതിയ പാർട്ടി വന്നപ്പോൾ വോട്ട് ശതമാനം വർദ്ധിച്ചു. അപ്പോൾ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പല സ്വാഭാവിക കാര്യങ്ങൾ കൊണ്ടാണ് വോട്ട് ശതമാനം വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യത. വോട്ട് ശതമാനം വർദ്ധിച്ചതുകൊണ്ട് മാത്രം എന്തെങ്കിലും തരത്തിലുള്ള വിധി ഉണ്ടാകുമെന്ന് പ്രവചിക്കുക വയ്യ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഇപ്പോൾ ബിനിൽ പറഞ്ഞതുപോലെ അത് 20 വർഷം ഭരിച്ച നിതീഷിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ശതമാനം ഉയർന്നു എന്ന് കണക്കാക്കുന്ന അത്ര ശുഭകരമായിരിക്കുകയില്ല. പക്ഷേ 10,000 രൂപ എന്ന് വെച്ചാൽ നിസ്സാരമല്ല. 10,000 രൂപ എന്ന് കേരളത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ പൈസയാണ്. പക്ഷേ അത് ബീഹാറിലെ സ്ത്രീകൾക്ക് 10,000 രൂപ ഒരുപക്ഷെ ഇവിടെ നിന്ന് നോക്കുന്ന 1 ലക്ഷം രൂപയുടെ വിലയുണ്ടാവും. ഒട്ടും അതിശോക്തിയുള്ള കാര്യമല്ല, 1 ലക്ഷം രൂപയുടെ വിലയുണ്ട്. അപ്പോൾ ആ പൈസ മുന്നിലേക്ക് വന്നിരിക്കുന്ന സ്ത്രീകൾ എന്ത് വോട്ട് ചെയ്യാനാണ് പോയത്? പക്ഷേ അതേസമയം തേജസ്വി യാദവിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സർവേ പറയുന്നത്. തേജസ്വി യാദവിനാണ് കൂടുതൽ മുൻതൂക്കമുള്ളത് എന്ന്. പിന്നെ 20 വർഷം നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടാകില്ല എന്ന സാഹചര്യം അവിടെയുള്ളത്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ നമ്മൾ നേരത്തെ ഇതിൽ ചൂണ്ടിക്കാണിച്ച പോലെ ഒവൈസിയുടെ പാർട്ടി സീമാഞ്ചൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യില്ലേ? ജൻസുരാജ് പാർട്ടി വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് തേജസ്വി യാദവിനും കൂട്ടർക്കും പണിയുണ്ടാക്കി കൊടുക്കില്ലേ? ഇങ്ങനെ 100,000 കാര്യങ്ങൾ വേറെയുണ്ട്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും പറയേണ്ടത്, സമീപകാലത്ത് ഈ രാജ്യത്തുണ്ടാകുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും സുപ്രധാനമാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ഈ BJP എന്ന വലിയ പ്ലെയർ അവരുടെ അധികാരം കൂടുതലായിട്ട് ഉറപ്പിക്കുകയും അതിനെതിരായിട്ടുള്ള പോരാട്ടം രാജ്യത്തെമ്പാടും നടക്കുന്നതുകൊണ്ട് എല്ലാ പോരാട്ടങ്ങളും സുപ്രധാനമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് ബീഹാർ. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. നമ്മൾ നാളെ രാവിലെ 6 മണി മുതലാണ് നമ്മളുടെ ഈ റിസൾട്ട് തത്സമയ സംപ്രേഷണം നടക്കുന്നത്. പൂർണ്ണമായിട്ട് സൂക്ഷ്മ വിവരങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പറഞ്ഞ അല്ലാതെ കൂടെയുള്ള സൂക്ഷ്മ വിവരങ്ങൾ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊപ്പം തന്നെ ഫുൾ ടൈം ഇരിക്കുന്നതായിരിക്കും കൂടുതൽ. അതെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുക. നഗരങ്ങളും ചെറുപട്ടണങ്ങളും ഉള്ളതിനേക്കാൾ ഏറെ ഉൾഗ്രാമങ്ങൾ, ഇന്നും വികസനം വിദൂരത്ത് തുടരുന്ന കുഗ്രാമ പ്രദേശങ്ങൾ. ഭരണപക്ഷത്തുണ്ടെങ്കിലും ഹിന്ദി ഹൃദയഭൂമികയിൽ BJP മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കാത്ത ഏക സംസ്ഥാനമാണ് ബീഹാർ. ജാതി വേർതിരിവുകളും വികസന മുരടിപ്പും തീർത്ത മതിൽക്കെട്ടുകൾക്കിടയിലും അടിമുടി രാഷ്ട്രീയമാണ് ബീഹാറിന്. രാഷ്ട്രീയമായി ഒരു തോൽവി ഏറ്റുവാങ്ങാനുള്ള ആരോഗ്യം നിതീഷ് കുമാറിൻ്റെ JDU-വിനും RJD-ക്കും കോൺഗ്രസിനും ഇല്ല. അതുകൊണ്ട് തന്നെ പരാജയം ഭക്ഷിക്കുന്നവർക്ക് ബീഹാർ രാഷ്ട്രീയത്തിലേർക്കുന്ന പരിക്ക് ചില്ലറയൊന്നുമാകില്ല. കർപ്പൂരി താക്കൂർ ഉഴുതുമറിച്ച ബീഹാറിലെ സോഷ്യലിസ്റ്റ് മണ്ണിൽ തേജസ്വി യാദവിൻ്റെ രാഷ്ട്രീയ ജനതാദൾ ഉയർത്തെഴുന്നേൽക്കുമോ? വനിതാ ക്ഷേമ പദ്ധതികളുടെ ബലത്തിൽ NDAക്ക് ഒരവസരം കൂടി ലഭിക്കുമോ? കാത്തുനിന്ന് കണക്ക് കൂട്ടി ബീഹാറുകാർ ചെയ്ത വോട്ടിൻ്റെ ഫലം നാളെ പുലർച്ചെ ഏതാണ്ട് 8 മണി മുതൽ വന്നു തുടങ്ങും. ജനവിധി ജനങ്ങളിലെത്തിക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകളാണ് ന്യൂസ് മലയാളം നടത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് തന്നെ ഇലക്ഷൻ ബുള്ളറ്റിൻ തുടങ്ങും. രാവിലെ 6 മണിക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ ഒരു നിമിഷം വൈകാതെ മികച്ച ഗ്രാഫിക്സുകളുടെ മിഴിവോടെ ന്യൂസ് മലയാളം സ്ക്രീനിലെത്തും. സമഗ്ര വിവരങ്ങൾക്കും സൂക്ഷ്മ വിശദാംശങ്ങൾക്കുമായി കാത്തിരിക്കുക.